ദേ ആ കാണുന്ന സ്ഥലത്താണ് അവരുടെ വീടുണ്ടായിരുന്നത്. ഇത് അവരുടെ കുലത്തൊഴിലൊന്നും ആയിരുന്നില്ല. വേറെ പണിയൊന്നും കിട്ടാതായപ്പോ ഇവിടെ അങ്ങ് കൂടി. ഈ ശ്മശാനത്തിലാ ആ ഭൈരവനും ജനിച്ചത്. ആ മൂത്ത പയ്യനാരാ? കർമ്മം ചെയ്യാമോ? നിൽക്കും. ആ ചില്ലറ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്ക് കൊടുത്തേ. ഇവിടെ മതി. ഈ ചുടുകാട്ടിലാണ് അവൻ കളിച്ചു നടന്നതും വളർന്നതും. അപ്പോഴേക്കും അവനൊരു അനിയനും ഉണ്ടായി. നിന്റെ കളി കുറച്ച് കൂടുന്നുണ്ട്. ഇത് കുടിച്ചിട്ട് പോ, ഇങ്ങോട്ട് ഇറങ്ങ്. പിന്നെ അവൻ മേലോട്ട് തന്നെ കേറുക. എന്താടാ നിനക്ക് അവിടെ പണി? അമ്മേ, ആരോ ചത്തൂന്ന് തോന്നണേ. എല്ലാരും കരഞ്ഞോണ്ടേ വരുന്നുണ്ട്, കരഞ്ഞോണ്ട്. ഇങ്ങനെ പോയ ഇവൻ എന്താകുമെന്ന് ആർക്കറിയാം. ചൂടുകാട്ടി പറഞ്ഞതിന്റെ ഗുണം കാണിക്കാതിരിക്കില്ലല്ലോ. ഭൈരവ, സ്കൂളിൽ പോയി നേരമായി. എഴുന്നേക്കടാ. എഴുന്നേക്കാൻ. അമ്മ അമ്മ നീ ആ ചട്ടി എടുത്ത്. എന്തിനാ ചക്കൻ എടുക്കണ തല്ലുന്നത്? ഒരാഴ്ചയായി എന്തെങ്കിലും കഴിച്ചിട്ട്. ഇരിക്കടാ അവിടെ, ഇരിക്കാൻ. മതിടി, അച്ഛൻ മോന് കടയിൽ നിന്ന് മേടിച്ചരാം. നിനക്ക് വല്ല മനോടി? ഒന്നും വേണ്ട. ഓ മക്കള് വാ. കൊച്ചു പിള്ളേരാന്നുള്ള വിചാരമൊന്നുമില്ല. എപ്പോ നോക്കിയാലും വെറുതെ. ഞാനും കുറച്ചു ദിവസമായി ശ്രദ്ധിക്കുന്നു. നിനക്ക് എന്തുപറ്റിടാ? നിന്റെ അമ്മ ഉണ്ടാക്കണമെന്ന് ഇഷ്ടമാണല്ലേ? എന്നും എനിക്ക് കഞ്ഞി വേണ്ട അച്ഛാ. അച്ഛനിപ്പോ പണിയൊക്കെ കുറവാ മോനെ. കാശുണ്ടാവുമ്പോ മോൻ ഇഷ്ടമുള്ളതൊക്കെ മേടിച്ചു തരാം. പോരിട കൂട്ടാ. എനിക്ക് തിന്നാനൊന്നുമല്ല വേണ്ടത്. ആൾക്കാർ കൂടിയിരുന്ന് കരൺ കണ്ടിട്ട് ഒരാഴ്ചയായി. അച്ഛനാണെങ്കിൽ 4 കാശ് വരുമാനം ഒരിടത്തും ഒന്നുമില്ല. എന്നാ മക്കളാണെങ്കിൽ വിശപ്പ് കെട്ട് കരച്ചിലും. അപ്പോഴാണ് അവന്റെ ആദ്യത്തെ കൊല. ഇത് തിന്നിട്ട് വേഗം കിടന്ന് ഉറങ്ങിക്കോണം. അച്ഛാ, ആരോ വീണ് കിടക്കുന്നു. അയ്യോ, ആരത്? മൂർത്തിദേഹമാണല്ലോ. ഇതെന്ത് പറ്റി? ഇവിടെ ആരുമില്ലേ? മൂർത്തിദേഹം വീണ് കിടക്കുന്ന ആരെങ്കിലും ഓടി പറഞ്ഞേ. ഓടി പറഞ്ഞ ആരെങ്കിലും. സുബ്രഹ്മണ്യ, മുത്തു, കതിരേശ, ഒന്ന് ഓടി വാടാ. മൂർത്തിദേഹം വീണ് കിടക്കണു. ആശുപത്രി കൊണ്ടുവരാടാ. കുറെ നേരം ഇവിടെ കിടക്കുന്നത്. ഏതോ ആശുപത്രി കൊണ്ടുപോകണം.
അതിനുശേഷവും പിന്നെയും 4 പേരെ പല പല സ്ഥലത്തായിട്ട് അവൻ കൊന്നു. പോടാ. അവൻ കാട്ടിക്കൂട്ടുന്നതൊക്കെ ആ ഗ്രാമത്തിലെ ഒരു പയ്യൻ കണ്ടു. ഗ്രാമത്തിലെ ചെറുപ്പക്കാരെല്ലാരും കൂടെ ഇതിനൊരു പരിഹാരം കാണാൻ തീരുമാനിച്ചു. അതിനുശേഷം ഒളിഞ്ഞിരുന്ന് ഭൈരവൻ ഗ്രാമത്തിലുള്ളവരോട് പക വീട്ടാൻ തുടങ്ങി. എന്താണ് നടക്കുന്നതെന്നറിയാതെ ഭയന്ന ജനങ്ങൾ സ്വാമിക്ക് നേർച്ച വെച്ച് ചോദിച്ചപ്പോ ചുടുകാട്ടിലിട്ട് 2 പേരെ ജീവനോടെ കത്തിച്ചതാണ് കാരണമെന്ന് പറഞ്ഞു. നാട്ടുകാരൊക്കെ ആകെ ഭയന്ന് ആ ഗ്രാമം വിട്ട് വേറെ എവിടേക്കൊക്കെയോ പോയി. പിന്നീട് ആ ഗ്രാമം ഒരു ചുടുകാടായി മാറി. കുറെ വർഷങ്ങൾക്ക് ശേഷം ഹൈദരാബാദിൽ വെച്ച് ഭൈരവനെ ആരോ കണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് ഭൈരവൻ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്ന്. പോലീസിനോട് ഇതൊന്നും പറഞ്ഞില്ലേ? ചെട്ടിയാർ കുടുംബത്തെ എരിച്ചതിന്റെ പേരിൽ കുറച്ചുനാൾ പോലീസൊക്കെ വന്നിരുന്നു.